സോ ഗായ്സ് നമ്മൾ ഇന്ന് കളിക്കുന്നത് നമ്മളെ അതേ ഗെയിം തന്നെ പാർട്ട് 2 ആണിത്. നമുക്ക് ഗെറ്റിംഗ് ആൻഡ് അപ്ഗ്രേഡ് ഞാൻ നേരത്തെ കണ്ടില്ല. നമുക്ക് ഷീൽഡുണ്ട്, പിന്നെ സ്റ്റോൺ സ്ഫിയർ. നിങ്ങൾ കണ്ട സാധനങ്ങൾ തന്നെയാണ് ഇപ്പോഴും എൻ്റെ ഉള്ളത്. സോംബി ഒന്നും വിഷയമില്ലാത്ത ആളായി ഇപ്പം. എനിക്കതിൽ കുറച്ച് പരിഹാരമുണ്ട്, എന്നാലും കുഴപ്പമില്ല. നമ്മളിത് എൽസിക്കാണ് ഇതല്ല. ഗായ്സ് സോംബി വരുന്നു. ഫസ്റ്റത്തെ ഫൈറ്റ് വിത്ത് സ്പിയർ എന്ന് പറഞ്ഞു. പോയി സോംബി ഒന്നും അവിടെ ഇല്ല. ഇതൊക്കെ സ്പിയറൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്കിപ്പോൾ എന്തുണ്ടാക്കാനാ? സിസറൊന്നും ഉണ്ടാക്കാൻ സാധനമൊന്നും ഇല്ല. നമുക്ക് ഇവിടുന്ന് സ്റ്റോൺ ഉണ്ട്. ഇടയ്ക്ക് നൈറ്റ് ഫുൾ സ്റ്റോൺ മൈനിങ് ആണ് ഇവിടെ. ഇത് പറ്റിയ സ്ഥലമല്ല. ഒരു പറ്റിയ സ്ഥലം വേണം ഗൈസ്. നമുക്കൊരു നല്ല സ്ഥലം വേണം. ഇവിടെ എടുക്കാം. ഇവിടെ മുതൽ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ മൈൻ ചെയ്ത് ഇങ്ങനെ ഇങ്ങ് പോയാൽ മതി. കോള് കിട്ടി, വീണ്ടും കോള് കിട്ടി. വെയിറ്റ് ഗൈസ്, നമുക്ക് ടോർച്ച് 3 ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഇതിൽ എത്ര കോളുണ്ട്? ഇതിൽ 5 കോളുണ്ട്. ഇത് നമ്മുടെ ബേസ് പോലെ ആക്കാം. സ്റ്റീനൊക്കെയിട്ട് എന്തുവായിരുന്നു എന്ത് സാധനത്തിൻ്റെ പേര് പറഞ്ഞല്ലോ. ടോർച്ച്. ഇതിൻ്റെ പേരൊക്കെ ഇങ്ങനെ മറക്കാതിരിക്കാം. ഇപ്പം നമുക്ക് 7 ടോർച്ച്, പിന്നെ ഒരു ഇതുണ്ടാക്കണം. എന്ത് വുഡില്ല, മറ്റേ ഇതുണ്ടാക്കണം. ഇതിങ്ങനെ വെച്ച് ഇത്രയും. ഇനി വേണ്ടത് സ്റ്റോൺ ഉണ്ട്, ഇതുണ്ട്. ഇവിടെ നിന്നാണ് നമുക്ക് ഇങ്ങനെ പോയത്. അല്ല, താത്തങ്ങ് പോയാൽ പോരെ. കണ്ടോ ലാസ്റ്റ് ഈ വെള്ളം വരുത്തുക. ഗായ്സ്, നമ്മൾ നിൽക്കുന്നു, ടോർച്ച് എടുക്കുന്നു, ലെഫ്റ്റ് ഹാൻഡ് വെക്കും. ഈ ടോർച്ച് ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ട് നമുക്ക് ഓപ്പൺ ലാൻഡ്, ഇതൊക്കെ എന്തോ സർവൈവ് ചെയ്ത് ഇതൊക്കെ ഓൺ ചെയ്യാൻ പറ്റുമോ? എനിക്ക് ക്രിയേറ്റീവ് ആവോ? സെക്രേറ്റർ ഓണ് ഷാഡ് ലാൻഡ് ലോക്കൽ ഹോസ്റ്റ് എന്തൊക്കെയോ കാണിക്കുന്നു, ഒന്നും മനസ്സിലാവുന്നില്ല. ഇതെന്തോ ഇത് വെക്കുമ്പോഴേ ഇങ്ങനെ കത്തുന്നുള്ളൂ. എനിക്ക് വെക്കാതെ കൈ പിടിക്കുമ്പോൾ തന്നെ കത്തണം. പ്ലെയർ റെക്കോർഡിങ്, ഇതെന്തോ സാധനം? എനിക്കറിയില്ല, നമുക്ക് നോക്കാം. വീഡിയോ സെറ്റിങ്സ്, ഇതൊക്കെ എന്തോന്നു എനിക്കറിയത്തില്ല. നമുക്ക് ഇതൊക്കെ നോക്കാം. ഫസ്റ്റ് നമുക്ക് ബാക്ക് ടു ഗെയിം മൈൻഡ് പോയി. അടുത്തത് എനിക്ക് താഴോട്ടങ്ങ് പോയാൽ പോരെ.
അപ്പോൾ കഴിഞ്ഞ് നെതറായിട്ട് വരുത്തും. ഓ ഡേറ്റ് പോയി ഗൈസ്. എന്നാലും ഇന്ന് നമുക്ക് ഇത്രയും സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. എന്തുവാന്ന് എനിക്കും അറിയത്തില്ല ഗൈസ്. നമുക്ക് ഫസ്റ്റ് നിൽക്കേണ്ടത് എന്തൊക്കെയോ നിൽക്കണം. എനിക്കറിഞ്ഞൂടാ. നമുക്ക് ഈ പ്ലെയർ റെക്കോർഡിംഗ് ഒന്ന് ചെയ്ത് നോക്കാം. പ്ലെയർ റിപ്പോർട്ടിംഗ് ആയിരുന്നത്. അതെന്തോ സാധനം? എൻ്റെ പേര് റിപ്പോർട്ട് ചെയ്താലോ? ഇതൊക്കെ നമുക്ക് ചെയ്യാം. അച്ചീവ്മെന്റ്സ് നമുക്ക് ദ ഹാർട്ട് ഓഫ് ദ സ്റ്റോറി ഫസ്റ്റ്, പിന്നെ സ്ട്രക്ചർ ബെറ്റർ ഗായ്സ്. അപ്പം നമ്മൾ ഇപ്പം സ്റ്റോൺ നമുക്ക് ഇതെന്ത് സൂട്ടപ്പ് ഉണ്ട്. നമുക്ക് ഇത്ര ലാവാർഡ് അപ്ഡേറ്റ് നമുക്ക് കിട്ടിയില്ല. അപ്പോൾ ഗായ്സ് നമ്മൾക്ക് ബാക്ക് ടു ഗെയിം. എന്തൊക്കെയോ വീണ്ടും മൈൻഡ് ചെയ്യണോ? ഇതെന്തോന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഗായ്സ് അപ്പോൾ നമുക്ക് ഇങ്ങനെ നിൽക്കി ഇത്രയും ഒന്ന് പിന്നെ ഇങ്ങനെ പോവാ. ഗായ്സ് അപ്പോൾ നമ്മൾ സേവ് ചെയ്ത് വെക്കി താഴോട്ട് പോയി ഗായ്സ്. ഇത് നമുക്ക് സെൻട്രൽ ഷിഫ്റ്റോ ഡേ 2 ആയില്ലേ? നമുക്കിനി പുറത്തോട്ടൊക്കെ കറങ്ങാൻ പോയല്ലോ. ഞാനത് ഓർത്തില്ല ഗായ്സ്. നമ്മളിപ്പോൾ ചാടി എന്തൊക്കെ ടോർച്ച് വെച്ച അവസാനം ചാടി. അപ്പോൾ ഇതെടുത്ത് ഇനി ഗായ്സ് അപ്പോൾ നമ്മുടെ അമ്മ ഒന്ന് വിളിച്ചാണ്. ശബ്ദമൊക്കെ കേൾക്കുന്നത് എന്തോന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ചാടി കയറി ആടിയും ടോർച്ചിച്ച് എടുത്തോ. അയ്യോ 9 ഇത് ഇരുന്നിട്ടാണ് ഞാനിവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്. 64 ഗോൾ സ്റ്റോൺ എടുത്ത് നമ്മുടെ ഗോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. അങ്ങോട്ട് വന്നു. ഇങ്ങോട്ട് വന്നേ? ഇത്രേ ഉള്ളൂ അല്ലേ ഗൈസ്? ലേറ്റും അല്ലേ? നമുക്ക് ഇവിടെ നിന്ന് പോവാം. ഇനി ഇവിടെ ഒന്നും ഇല്ല. ഇതെടുത്തോ. നമുക്ക് സ്റ്റോണിൻ്റെ ഞാൻ എത്ര കഷ്ടപ്പെടുന്നത്. ഇത് ഒന്നും കിട്ടുന്നില്ല. നിങ്ങളാരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അതാണ് എനിക്ക് ലക്കില്ലാത്ത. നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്ക് നല്ല ലക്കായിരിക്കും. ചിലപ്പോൾ ഇങ്ങനെ മൈൻഡ് ചെയ്ത് എന്തെങ്കിലും കിട്ടിയാലോ? ഒന്നും കിട്ടിയില്ല. അതില്ല സ്റ്റോണില്ല, ഒന്നും കിട്ടുന്നില്ല. ഫുഡ് ഒട്ടും ഇല്ല കേട്ടോ. ഫുഡ് എക്സ്പി ഭയങ്കര കുറവ്. ഫുഡ് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കണം. എന്നാൽ വെയിറ്റ് ഇവിടെ ഇത്രയും വലിയ കേവ് വരുന്നത് ഞാൻ അവിടെ പോയി കഷ്ടപ്പെടും. നമുക്ക് ഇച്ചിരി ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചിട്ട് നമുക്ക് കേവിലോട്ട് ഇറങ്ങിക്കോ. കേവ് എക്സ്പ്ലോറേഷൻ്റെ ഇത് കിട്ടും. അപ്പോൾ ഒരു മണ്ണി എന്തുണ്ടാക്കാൻ ഇവിടെ ഒന്നും ഇല്ലൊരു. അതിൽ ഇവിടുത്തെ കോർഡിനേറ്റ്സ് നമുക്ക് എടുത്ത് വെച്ചേക്കാം. അതാകുമ്പോൾ നമുക്ക് F3 എത്ര അവിടുത്തെ കോർഡിനേറ്റ്സ്? ഓ 9 ഒറ്റ സെക്കൻഡ് ഗൈസ്. നമുക്ക് ഞാൻ ഇരുന്നത് 9 നമുക്ക് എഴുതി വെച്ചേക്കാം. 9 1 വെയിറ്റ് നമ്മുടെ ഇവിടെ ഒന്നുമല്ല. നമ്മൾ മറ്റേ MSW ഇത് എഴുതി വെച്ചേക്കാം. ഇതെന്തോന്ന് താഴോട്ടേക്ക് എന്തുവായിരുന്നു അത്? 1994 6 5 1 4 3 അല്ല പശുവിൻ്റെ ശബ്ദങ്ങളില്ല. അത് പിന്നെ ചെയ്യാല്ലേ. അപ്പോൾ പശു അല്ലേ? ഒരു ഇച്ചിരി ഫുഡ് കിട്ടിയാൽ മതി. നമുക്ക് ആ ഫുഡ് ഇച്ചിരി മാത്രം മതി.
ഒരു ഫുഡ് കിട്ടിയാ മഷ്റൂം 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 ഫുഡല്ലേ കിട്ടിയോ എന്തിത് അയ്യേ ഫുഡല്ല മഷ്റൂം ഞാനത് മറന്നുപോയി ഓടുക ചാടുക ചാടുക അവസ്ഥ കേവൊന്നും കിട്ടിയില്ല ഫുഡില്ലാതെ ഒന്നും നടക്കത്തില്ല ഗൈസ് നമ്മൾ ഇങ്ങനെ ഓടി ഓടിച്ച് ആടിയിട്ടൊന്നും കാര്യമില്ല നമുക്ക് ഫുഡ് വേണം ഗൈസ് വെള്ളത്തിൽ ചാടി എന്നിട്ട് ഫുഡ് കിട്ടിയില്ല വെള്ളത്തിൽ ചാടിയിട്ട് ഫുഡ് എങ്ങനെ കിട്ടുന്നത് ഗൈസ് ഫുഡില്ലെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ ചാവും ഉറപ്പാ ഗൈസ് ഇപ്പം നമ്മളിവിടെ ചാവും ഗൈസ് നമ്മൾ ഫുഡ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഉറപ്പാ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെയോ കുഴപ്പമുണ്ട് അതല്ല കുഴപ്പമില്ല നമുക്കിപ്പോൾ ഫുഡ് കിട്ടിയില്ലെങ്കിൽ നമ്മളിപ്പോൾ ചാവും ഗൈസ് ഉറപ്പ് ഇച്ചിരിയേ ഉള്ളൂ ഗൈസ് ഇച്ചിരി ഇതേ പണിയേ ഉള്ളൂ ഗൈസ് ഇച്ചിരിയേ ഫുഡുള്ളൂ ഇപ്പം മാറിയെന്ന് തോന്നുന്നു എൻ്റെ അനിയത്തി എന്തൊക്കെയോ വെച്ചാൽ ഗൈസ് ഇച്ചിരി ഫുഡ് വേണം നമുക്ക് ഫുഡില്ലാതെ ഒരു പണിയും നടക്കത്തില്ല ഗൈസ് ഫൈനലി നമ്മൾ ഇപ്പം ചാവും ഉറപ്പ് ചത്താൽ നമ്മൾ ഈ ഗെയിം അതിൻ്റെ പിയും പിന്നെ കളിക്കത്തില്ല അത്ര വെള്ളത്തിൽ വീണ് ഒട്ടും സമയമില്ല ഇച്ചിരി ഹങ്കർ ബാറൊക്കെ തീർന്ന് നടക്കുവാണ് അപ്പോൾ നമുക്കിത് പൊളിച്ചേക്കാം തിന്നെ ആ ഫുഡ് കിട്ടി ഇത് പച്ചയോടെ കഴിക്കുക ഒട്ട് ഹങ്കർ ബാർ ഒട്ട് ഭയങ്കര കുറവായതുകൊണ്ട് നമ്മൾ ഇത് കഴിച്ചു ടോർച്ചൊക്കെ തറ വെച്ചോണ്ട് പോകുന്നു ഇതിനെ കൊല്ലാം അടുത്തത് നീയാ കേട്ടോ ഹങ്കർ ബാർ ഫുള്ളായി കഴിഞ്ഞിട്ട് അടുത്തത് നീ ഗൈസ് അടുത്തത് നീയാണ് ചാവട ഇവൻ ചാവ ഗൈസ് ഇവനെ ഇങ്ങനെ അടിച്ചു അവൻ ചത്തു ഇനി ഇതിൽ നിന്നൊന്നും കിട്ടില്ല കുഴപ്പമില്ല നമ്മളെ ആവശ്യത്തിന് കിട്ടിയ നമ്മൾ ഇവിടെയൊക്കെ ടോർച്ച് വെറുതെ വെച്ച് ഈ ടോർച്ച് ഭയങ്കര ആവശ്യമുള്ള സാധനമാണ് നമുക്കിത് കഴിച്ചോ 194 അടുത്ത് പോയാൽ മതി അങ്ങോട്ടല്ല അപ്പം അതെങ്ങനെ അപ്പം ഇങ്ങോട്ട് തന്നെ ഗൈസ് അപ്പം നമ്മൾ ഇങ്ങോട്ട് പോയത് ഇങ്ങനെ ഗൈസ് അപ്പം നമുക്ക് ഇങ്ങനെ പോയി ഇച്ചിരി പോയാൽ മതി ഗൈസ് ഗൈസ് ഇനി നമുക്ക് എത്ര ആയിരുന്നു പോകണ്ടേ നോക്കട്ടെ ഇതുവഴിയാണോ പോകണ്ടേ ഉറപ്പ് ബ്ലോക്ക് കൂടുന്നുണ്ട് ഇങ്ങനെ തന്നെ പൊയ്ക്കോ 200 ആയതിപ്പം ഇതായിരുന്നു എനിക്ക് അറിയാമായിരുന്നു കഴിച്ച് ഇങ്ങനെ വല്ലതും തെറ്റുമെന്ന് ഇപ്പം ഇങ്ങോട്ടാണ് പോകണ്ടേ 94 കുറയരുത് ഇതിപ്പോൾ 93 വെയിറ്റ് ഗൈസ് ഇതിന് മറ്റേ റെക്കോർഡിംഗ് ഒന്നും ഇല്ല ഷിഫ്റ്റിക്ക് ഓടും ഇല്ല ആ കേവിൽ ഫുഡ് പ്ലാൻ ചെയ്തായിരുന്നു ബെറി എടുത്ത് കഴിച്ചോ ഫുഡിൻ്റെ ഇത് സെറ്റായി ഇപ്പോൾ ഫുഡ് ഇപ്പോൾ വലിയ പ്രശ്നമില്ല ഗൈസ് സ്ഥലം എവിടെയായിരുന്നത് അയ്യോ അത് നമുക്ക് മിസ്സായി ഗൈസ് ഞാൻ വിചാരിച്ചത് പിന്നെ മിസ്സായില്ല പിന്നെ കുഴപ്പമില്ല നമുക്ക് പിന്നെ എങ്ങനെയെങ്കിലും കണ്ടെത്തിയെടുക്കാമെന്ന് തൽക്കാലം കുഴപ്പമില്ല ഗൈസ് നമ്മുടെ വീഡിയോ ഇന്നത്തോടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യുവാണ് കാരണം നമ്മുടെ ടൈമറൊക്കെ ഒരുപാടായിരുന്നത് അപ്പോൾ നമുക്കിനി അടുത്ത ദിവസം കാണാം ടാറ്റ അപ്പോഴത്തേക്കും ബൈ